അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നോക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹനെ പറ്റി പറയുമ്പോൾ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ്. ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. അൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, സബ്ഉൽ മസാനി, അങ്ങനെ തുടർന്ന് കൻസ്, അങ്ങനെ ഒരുപാട് പേരാണ്. ഒരു 15 പേരോളം ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. 1-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണ്. അതിനെ നമ്മൾ ബസ്മല എന്ന് പറയും. നമ്മളോട് ഖുർആൻ ഓതുന്നതായാൽ ആട്ടപ്പെട്ട പിശാചിൽ നിന്നും ശരണം തേടുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അല്ലേ. സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്തിലാണ് അള്ളാഹു അത് പറയണത്. നമ്മൾ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതിനെ പറയണത് ഇസ്തിആദ എന്ന് പറയും, അഭയത്തേട്ടമാണ്. അള്ളാഹുവിനോട് നമ്മൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ആദ്യം അഭയം തേടുന്നു. രണ്ടാമത്തെ നമ്മൾ പിന്നെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത്. ബിസ്മി എന്ന് വെച്ചാൽ ഇസ്മ എന്ന് വെച്ചാൽ നാമം എന്നാണ്, പേര്. ബി എന്ന് വെച്ചാൽ കൊണ്ട്. അപ്പൊ ബിസ്മി നാമം കൊണ്ട്, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട്. പിന്നെ അള്ളാഹുവിന്റെ 2 നാമങ്ങളാണ് പറയണത്, റഹ്മാൻ റഹീം അല്ലെ. റഹ്മാൻ എന്ന് വെച്ചാൽ പരമകാരുണികൻ, റഹീം എന്ന് വെച്ചാൽ കരുണാനിധി. അങ്ങനെയാണ് വേർഡ് മീനിങ്. അതിന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവെന്നാണ് അർത്ഥം. നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച്, അനുസരിക്കാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. ഈ 2 കൂട്ടർക്കും അള്ളാഹു ഒരുപോലെയാണ് അനുഗ്രഹങ്ങൾ നൽകണത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലേ. അപ്പം നമുക്ക് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് റഹ്മാൻ. ഇനി റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം കരുണ ചെയ്യുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ കരുണാനിധി എന്നാണ് വേർഡ് മീനിങ് പറയണത്. അപ്പോൾ അത് പരലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ആയത്ത് നമ്മളിപ്പോൾ ഇതിനെ പറയുമ്പോൾ ഒരു 3ആയി ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പോർഷൻ എന്ന് പറയണത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പിന്നത്തെ ഒരു പോർഷൻ എന്ന് പറയണത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു കരാറാണ്. പിന്നെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. അത്രയേ ഉള്ളൂ ഫാത്തിഹ. ഈ ഒരു 3 സംഭവങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലം എന്ന് വെച്ചാൽ ലോകം എന്നാണ് അർത്ഥം. അപ്പം ലോകരുടെ, ആലമീൻ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നമ്മളെല്ലാ സ്തുതിയും അള്ളാഹുവിൽ അർപ്പിക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ പറഞ്ഞത് അർ-റഹ്മാനിർ റഹീം. അതിൻ്റെ അർത്ഥം നമ്മൾ ബിസ്മി പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, കരുണാനിധിയും പരമകാരുണികനും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ പറഞ്ഞു. പിന്നത്തെ ആയത്ത് എന്ന് പറയുന്നത് മാലിക് യൗമുദ്ദീൻ. മാലിക് എന്ന് വെച്ചാൽ ഉടമസ്ഥൻ, യൗമ് ദിവസം, ദീൻ എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം പ്രതിഫല നടപടി എന്നാണ്. ദീനിന് വേറെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം പറഞ്ഞത്? പ്രതിഫല നടപടിയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ ഒരു 3 ഭാഗമാണ് ആദ്യത്തെ പോർഷൻ നമ്മൾ പറഞ്ഞത്, 3 ആയത്തുകൾ. ബിസ്മി അല്ലാണ്ട് ബാക്കി 3 ആ 3 പറയണത് അള്ളാഹുവിന്റെ സ്തുതിയാണ് നമ്മൾ അല്ലെ. 3 ആയത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയണത് അള്ളാഹുവായിട്ടൊരു കരാർ വെക്കുകയാണ് നമ്മൾ. എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ? ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ. ഈ ആയത്തിന് ഖുർആനിൽ അല്ലെ ഫാത്തിഹയുടെ സിറുൽ ഫാത്തിഹ എന്നാണ് പറയുക. സിറ് എന്ന് വെച്ചാൽ രഹസ്യം, ഫാത്തിഹയുടെ രഹസ്യം ആണത്. എന്താണ്? നമ്മുടെ തൗഹീദ് പറയണ ആയത്താണ് അല്ലേ. നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം, എന്ത് സഹായവും അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടുകയുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ ഈ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്, സിറുൽ ഖുർആൻ. ഖുർആനിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഫാത്തിഹയാണ്. ഈ ഫാത്തിഹയുടെ രഹസ്യം എന്ന് പറയുന്ന ആയത്താണ് ഇത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, തൗഹീദിന്റെ ആയത്താണ് അല്ലേ. അപ്പൊ ഇത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി തന്നെ പറയുമ്പോഴല്ലേ നമുക്കത് തട്ടുകയുള്ളൂ. പിന്നെ ആദ്യത്തെ ആയത്തിൽ ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. എന്താ പറയണത്? ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും.
പിന്നെ അർ-റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അസിന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. പിന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ തിരിച്ച് അള്ളാഹുവിൻ്റെ റിപ്ലൈ എന്താണ്? മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പറയണ ഓരോ ആയത്തിനും അള്ളാഹു നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എന്താ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ. ഇത് പറയുമ്പോൾ തിരിച്ച് അള്ളാഹു പറയണം എന്താണെന്നറിയോ? ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അത് ഞാൻ കൊടുക്കും എന്നാണ് അള്ളാഹു പറയണത്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചോദിക്കണം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ പാതയിലേക്ക് നയിക്കണമേ എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ നേരായ പാതയിലേക്ക് തന്നെ നയിക്കും. അപ്പോൾ ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കരാറ് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, അത് നമ്മുടെ കരാറാണ് അള്ളാഹുവിനോട്. പിന്നെ 2 പ്രാർത്ഥനകളാണ്. ആദ്യം പറഞ്ഞ പ്രാർത്ഥന എന്താണ്? എന്നെ നേരായ പാതയിലേക്ക് നയിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ ഈ പാത എങ്ങനത്തെ പാതയാണെന്നും കൂടി പറയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു ആരുടെ മേലാണോ അനുഗ്രഹം നൽകിയത്, അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ പാതയിൽ എന്നെ നീ ആക്കണേ എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഗളബ് എന്ന് വെച്ചാൽ കോപം. അപ്പം അള്ളാഹു കോപിച്ചവരുടെ മാർഗത്തിലല്ല. ലലാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, വലദ്ദാലീൻ എന്താണ്? വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരായ പാതയിലേക്ക് നയിക്കണേ. അപ്പോൾ ഏത് പാതയാന്ന് പറയാണ്? അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ പാത. ആരുടെ ആക്കരുതെന്നും പറയുന്നുണ്ട് നമ്മൾ. അള്ളാഹു കോപിച്ചവരുടെയോ വഴിപിഴച്ചവരുടെയോ പാതയിൽ ഞങ്ങളെ നീ ആക്കരുതേ എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഫാത്തിഹ. നമ്മൾ ലാസ്റ്റ് ആമീനിൽ നിർത്താണ്. ആമീൻ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് സ്വീകരിക്കണേന്നാണ് നമ്മൾ പറയണത്. നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാം ആമീൻ പറയുന്നതോടുകൂടെ അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ നമ്മളും ആമീൻ പറയാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ആമീനും മലക്കുകളും അപ്പം ആമീൻ പറയുന്നുണ്ടാവും. മലക്കുകളുടെ ആമീനും ഒരുമിച്ച് വരികയാണെങ്കിൽ അള്ളാഹു നമ്മുടെ മുൻകഴിഞ്ഞു പാപങ്ങളെല്ലാം പുറത്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. ഫാത്തിഹയുടെ ഏറ്റവും സിമ്പിളായ രൂപമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിർത്താണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് മീനിങ്ങുകൾ നെക്സ്റ്റ് ഓഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇടും. അപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.